അഖിൽ മാരാറിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീണ്ടും ജനങ്ങളുടെ ഇടയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അഖിൽ മാരാർ എന്നെ ചെയ്യുന്ന കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതാണെന്ന് ഏത് പൊട്ടനെ മനസ്സിലാവും. ലുലു മാളിന്റെ ഫ്രണ്ടിൽ ചെന്ന് മുണ്ടുമുക്കി കാണിക്കുക അതിനെക്കാലം ഇത് യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞ അതേ ആള് തന്നെയാണ്, അതേ നാണയത്തിൽ തന്നെയാണ് അവൻ തിരിച്ചടിച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്ന് പിന്നെ ബിഗ് ബോസിനെ പോലെ ഇത്രയും മഹത്തേറിയ ഒരു ഷോ ഇല്ല. അയ്യോ ഞാനകത്ത് നിന്നിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ചെയ്യാമായിരുന്നു. അപ്പോഴത്തേക്കും ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ അതായത് സീസൺ കഴിയുന്നത് വരെ എൻ്റെ പേര് വെളിയിൽ കേൾക്കുക. ഇപ്പം ഷിബിനോടൊപ്പം ഇനി നിങ്ങളൊരു 10 ദിവസം കഴിയുമ്പോൾ ഷിബിനൊന്നും കാണൂല. ഒരു സെക്കൻഡ് കിട്ടാത്തതിൻ്റെ പിന്നിൽ പോലും ഗബ്രി അവിടെ വന്ന ആവശ്യമില്ലാത്ത പരിപാടി ഒപ്പിച്ചുകൊണ്ടാണ് സ്വന്തം പ്രതിച്ഛായ വരെ കളഞ്ഞിട്ട് അല്ലെ എന്തൊക്കെ ത്യജിച്ച് എന്തൊക്കെ പിന്നെ എന്തോ ഒരാളും ഇങ്ങനെ ഇത്ര ഇതായിട്ട് മാരേജ് പോലും പോസ്റ്റ്പോണ്ടഡ് ആണ്. ഈ ഓഗസ്റ്റിലോ ഫസ്റ്റിലോ സെക്കൻഡിലോ കല്യാണം കഴിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. എനിക്ക് സിജുവായിട്ട് യാതൊരു ബന്ധവും അയാളെന്റെ ആരുമല്ല. ബട്ട് എന്നല്ല പോലും അത് കേൾക്കുമ്പോൾ പ്രേക്ഷക എന്ന നിലയിലോ ജനങ്ങൾക്ക് തോന്നാറുണ്ട് എന്തൊരു ദുഷ്ടനാണ് റോക്കി. വായടിച്ചിരിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങൾ പറയാനുള്ള അവകാശത്തിനാണ്. ഞാനും പറയും അതേ ഉള്ളൂ, അത് കേട്ടോണം. ഈ തൊപ്പി എന്ന് പറഞ്ഞ യൂട്യൂബർ ഉണ്ടല്ലോ, പുള്ളിയുടെ വീഡിയോ ചാനലിൽ പോയിരുന്നിട്ട് താങ്കൾ പുള്ളിയെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇതേപോലെ വിളിച്ചു വരുത്തിയതാണ്. കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എനിക്ക് ടോവിനോയൊക്കെ ഇവിടെ കൊണ്ടുവരണം എന്റെ ഈ ഫ്ലോറിൽ. അതായത് ഒരാളിന്റെ ഘട്ടങ്ങളില്ലേ ബ്രോ. ആറാട്ടണ്ണന്റെ അടുത്ത് നിങ്ങൾ മറ്റേ ആലം പെരേരയൊക്കെ കൂടെ പോയിരുന്നില്ല എന്ന് ചോദിച്ചു. ബ്രോ എനിക്ക് എല്ലാരും ഒന്ന് തന്നെ ബ്രോ. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങളൊരു ഹീറോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹീറോ എന്താണ് ഹീറോ? നായകനാണെന്ന് തോന്നുന്നുണ്ട്. നായകൻ ഐ മീൻ ഒരു വീര നായകനായിട്ട് നിങ്ങൾക്ക് സ്വയം പരിവേഷം അങ്ങനെ ഒരു ഉള്ളിലേക്ക് ഒരു സെൽഫ് ലവ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ സെൽഫ് ലവ് ഉണ്ട്. പിന്നെ എല്ലാവരും എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് അതാണ്, സെൽഫ് ലവ് ആണ്. പിന്നെ എല്ലാവരും ഹീറോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളാ ഹീറോ. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഹീറോയിസം ആണെന്ന്. എനിക്കൊരു കാര്യം ചെയ്യും, റോക്കി പറഞ്ഞല്ലോ നമ്മുടെ ഒരു ഹീറോയിസം നമ്മൾ തന്നെയാണെന്ന്. അപ്പൊ അങ്ങനെ ഒരു ഹീറോ ഡയലോഗ് പറയാം, ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞു റോക്കിയുടെ സ്വന്തം. എന്തൊക്കെ പറയണമെന്ന് എൻ്റെ കൊച്ചു പിള്ളേരെ വിളിച്ചിരുത്തി സംസാരിക്കും പോലെ പഞ്ച് ഡയലോഗ് പറയാം. അല്ല അവിടെ റോക്കിയിലെ ബിഗ് ബോസ് ഷോയിൽ റോക്കിയോട് ചോദിക്കും റോക്കി കുഞ്ഞുമാവയാണോ കുണുമാവയാണോ, താടിക്ക് പിടിച്ചാൽ ഇങ്ങനെ ചൂടാവാൻ മാത്രം. കുഞ്ഞുങ്ങളാണ് സാധാരണ ചൂടാവുകയും വഴക്കെടുക്കെ ചെയ്യുന്നത്. പക്ഷെ വലിയ ആൾക്കാർ ഇങ്ങനെ വായടിച്ചിരിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങൾ പറയാനുള്ള അവകാശത്തിനാണ്. ഞാനും പറയും അതേ ഉള്ളൂ, അതുകൂടെ കേട്ടോണം. ചോദ്യം ചോദിച്ചത് എന്താണ്? പഞ്ച് ഡയലോഗ് ഒരു പഞ്ച് ഡയലോഗ് റോക്കിയുടെ വക. ഞാൻ ഒരു ഡയലോഗ് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, अपने तो शेर तो कुत्ता का काम नहीं करेगा, तो कुत्ता का काम करेगा, तो शेर का अपना इज्जत है, तो अपना मेरे को अपना ओन इज्जत है, इसलिए मैं ऐसा कर दिया. ठीक है, फिर मैं नायक नहीं है, कल नायक है. मदिया ഒരു നിമിഷം ചിന്തിച്ചു പോയി. അതല്ല ഇത് പഞ്ച് ഡയലോഗ് പറഞ്ഞ രണ്ട് മനസ്സിലായല്ലോ. രണ്ട് പഞ്ച് പറഞ്ഞു. മലയാളത്തിൽ പഞ്ച് അറിയത്തില്ല. മലയാളത്തിൽ ചില സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ച് നമുക്ക് പറയുമ്പോൾ ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് അതൊക്കെയാണ് കുറച്ചുകൂടെ നല്ലത്. മലയാള പഞ്ച് എനിക്ക് അങ്ങനെ വലുതായിട്ട് അറിയില്ല. നിങ്ങൾക്കറിയോ? നിനക്കറിയാം മലയാളത്തിലെ പഞ്ച് വല്ലോ? നിങ്ങളൊരു പഞ്ച് പറഞ്ഞു. ഷാരി ഒരു പഞ്ച് പറഞ്ഞേ. ഒരു പഞ്ച്, ഒരു കോമഡി പറഞ്ഞേ. കോമഡിയൊക്കെ പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഷാരിക വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതുപോലെ ആൾക്കാരെ വായിരിക്കണം കേൾക്കാനും കണ്ടം വഴി ഓടാനും അല്ലേ? ആൾക്കാരെ വായിരിക്കണം കേൾക്കാനും കണ്ട വഴി ഓടാനും 14 വർഷം. അത് ഇത്രയും വർഷം. ശരി, ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞു. എന്ത് നേടി എന്നിട്ട്? അതാണ് എനിക്ക് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ശാരികയായിട്ട് ചോദിക്കുകയാണ്. ബിഗ് ബോസിൽ പോകാനായിട്ട് എന്താ ഒരു മാർഗം? എന്താണ് അതിന് ചെയ്യേണ്ടത് ബിഗ് ബോസിൽ കയറാൻ? അടുത്ത സീസണിൽ കയറാൻ വേണ്ടിയിട്ടല്ലേ? അതിൻ്റെ ഓഡിഷൻ നടക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസുണ്ട് ഇവിടെ എറണാകുളത്ത്, ഇവിടെ കുറച്ച് അപ്പുറത്താണ്.
നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുക, അപ്പോൾ അവർ അത് പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് അവർ ഞാൻ പിന്നെ എറണാകുളം പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഓഡിഷൻ നടക്കുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പോഴത്തേക്കും ഞാൻ അതിലുള്ള കുറച്ച് ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് അതിൽ ഒരാളിനെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്കാരനോട് റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് ഇതിൽ എങ്ങനെയെങ്കിലും പങ്കെടുക്കണം സാർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ CV അയച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ CV അയക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡിജിറ്റൽ CV ആണ് അയച്ചു കൊടുത്തത്. ഞാൻ എൻ്റെ 1 മിനിറ്റുള്ള ഒരു വീഡിയോ CV അയച്ചു കൊടുത്തത്. എൻ്റെ പഴയ എല്ലാ സംഭവങ്ങളും മിക്സപ്പ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് 2 മണിക്കാണ് ഞാൻ ഇയാളുടെ സംസാരിക്കുന്നത്. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ്. അതായത് ഞാൻ ഇവിടെയും എൻ്റെ കുറച്ച് പിള്ളേരെ അവിടെയും വെച്ചിട്ട് നമുക്ക് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ സ്റ്റുഡിയോയിലുള്ള എഡിറ്റർമാരുണ്ട്. ഞാൻ കുറേ ഐക്ലോഡിലും അവിടെ ഇവിടെയൊക്കെ പോയി പണ്ട് കാലം മുതലുള്ള വീഡിയോസ്, എൻ്റെ വീഡിയോ ഫോട്ടോ എല്ലാം കൂടെ വെച്ചിട്ട് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. ആ വീഡിയോ തന്നെ അവർ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എൻ്റെ അടുത്ത് പറഞ്ഞ് CV അല്ല അയക്കുക, CV എന്തിനാണ് ഡിജിറ്റൽ CV. ഞാൻ അയാളായിട്ട് ഫൈറ്റായി. അപ്പം ഞാനിപ്പം പറയാം, ഞാൻ ഇത് എൻ്റെ പേര് ഇത് ഇങ്ങനെ വെച്ച് എന്തുണ്ട് വിഷ്വലൈസ് ചെയ്യണ്ടേ, അതൊക്കെ എന്നെ അറിയണ്ടേ. അപ്പം അങ്ങനെ അയച്ചു കൊടുത്തപ്പോഴേക്കും അവർ ഇമ്പ്രസ്സായി. അത് കഴിഞ്ഞിട്ട് അവരെനിക്ക് ഒരു സൂം കോൾ അറേഞ്ച് ചെയ്തു. ആ സൂം കോളിൽ എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ 30 മിനിറ്റോളം ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിലും 1 മണിക്കൂർ 45 മിനിറ്റോളം ഞാൻ സംസാരിച്ചു. അപ്പോഴത്തേക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെന്നെ സെലക്ട് ചെയ്തു. അവസാനം ലാസ്റ്റ് ഒരു 4-5 ഡേയ്സിന് മുമ്പാണ് അവരെൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത് താങ്കൾ സെലക്ട് ആയി എന്ന് പറഞ്ഞത്. അത്രയും ദിവസം ഏകദേശം ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ എറണാകുളത്തൊരു ടച്ച് ഓഫ് ഇങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടാറ്റു സ്റ്റുഡിയോ തുടങ്ങിയത്, വലിയൊരു സ്റ്റുഡിയോ തുടങ്ങിയത്. ഈ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനത്തിന് പോകുന്ന സമയത്താണ് എനിക്ക് ബിഗ് ബോസിൻ്റെ ഓപ്പർച്യൂണിറ്റിയും വരുന്നത്. ലാസ്റ്റ് അപ്പോൾ എനിക്ക് ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ അകത്ത് സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് സൂം കോൾ ആദ്യമായിട്ട് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം, ഞാൻ 6 വർഷത്തെ ഡ്രീം ബിഗ് ബോസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റുഡിയോ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ബിഗ് ബോസിൽ പോകാൻ പറ്റില്ല. ഞാൻ സ്റ്റുഡിയോ ക്ലോസ് ചെയ്തു, ഇവിടെ തുടങ്ങി. അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത സ്റ്റുഡിയോ എനിക്ക് പറ്റത്തില്ല. കാര്യം എനിക്ക് എൻ്റെ ലൈഫല്ല, എൻ്റെ ജീവിതം, എൻ്റെ ലക്ഷ്യം, എൻ്റെ ഇഷ്ടങ്ങൾ. പിന്നെ അപ്പം അതിൽ ഞാൻ എന്നെ എടുത്ത് പുറത്തോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് എന്നെക്കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ആരും നമ്മളെ ഈ ലോകത്ത് നീ വാടാ മോനെ നിന്നെ രക്ഷപ്പെടുത്താം എന്നാരും പറയില്ല. നമ്മളെ സാക്രിഫൈസ് അല്ലെങ്കിൽ നമ്മളെ ഡെഡിക്കേഷൻ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ തന്നെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരുന്നത് അല്ലേ. അപ്പൊ ഞാനത് ചോദിക്കട്ടെ, ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് കണ്ണിച്ച് പറയാണ്, അഖിൽമാരാര് ഈ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ഈ പറയുന്ന പോലെ അവിടെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ അനുവദിച്ചു കൊടുക്കണം, അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവണം, അല്ലെങ്കിൽ പൈസ കൊടുക്കണം. അപ്പൊ അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ആരും പൈസ ചോദിച്ചൊന്നുമില്ല. സീരിയസ് ആയിട്ട് ഒരു കാര്യം എൻ്റെ അടുത്ത് അങ്ങനെ അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. എനിക്ക് ചുറ്റുമുള്ള സറൗണ്ടിലുള്ള കുറേ ആൾക്കാരുണ്ട്, അവർക്കും ആർക്കും ഇങ്ങനെ ഒരു അനുഭവം നേരിട്ടിട്ടില്ല. ശരിക്കും യോഗ്യരായ കണ്ടസ്റ്റന്റ് തന്നെയാണോ ഓരോ സ്റ്റേജിലും അതിനകത്തിരുന്നതും എവിക്റ്റഡ് ആയി പോയത്, യോഗ്യതയുള്ളവർ എവിക്റ്റഡ് ആയി പോയത് തോന്നുന്നു? എന്റെ തോന്നലല്ല, റോക്കിയുടെ തോന്നുന്നു. എന്റെ തോന്നൽ ഓക്കെ. ചലഞ്ചേഴ്സ് എന്താ പറയുന്നത്? ക്വാളിറ്റി ഉള്ള ആൾക്കാരാണോ അതിനകത്ത് നിന്നിരുന്നത്? അതിൽ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണോ പുറത്തേക്ക് പോകുന്നത്? എന്ത് തോന്നുന്നില്ല എന്ന് വ്യക്തമായി പറയും. ആൾക്കാരാണ് അവിടെ നിന്നിരുന്നത്. വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ക്വാളിറ്റി ഉള്ള ആൾക്കാരല്ല എന്നാ പറയുന്നത്. അല്ല, എൻട്രി ആയതിനെ കുറിച്ചാണ് പുള്ളിക്കാരി ചോദിച്ചെന്ന് തോന്നുന്നു അല്ലേ. എൻട്രി ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള ആൾക്കാർ അതിനകത്ത് എൻട്രി ചെയ്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്? ഈ പറഞ്ഞ കാസ്റ്റിംഗ് കൗച്ചിന്റെ ബേസ്ഡ് ആണോ അവർ എൻട്രി ചെയ്തത്? അതിലും കഴിവുള്ളവർ പുറത്ത് നിപ്പുണ്ടോ? അതെ ഓഫ് കോഴ്സ്. അത് ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, ലോകസുന്ദരി പട്ടം കൊടുക്കുന്ന അല്ലേ ഒരാൾക്ക്, അവൾക്കാളും സുന്ദരിയായിട്ടുള്ള പെണ്ണുങ്ങൾ ഇല്ലേ അല്ലേ? അവർ അവിടെ എത്തിപ്പെടാൻ ഭയങ്കര പാടാണ്. നമ്മൾ ഇത്രയും കേരളത്തിൽ ഇത്രയും 3 കോടി ആൾക്കാരിൽ നിന്ന് ഒരു 18 അല്ലെങ്കിൽ കുറേ പേര് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അതിൽ നിന്നൊരു 18-20 പേര് അതിനകത്ത് എത്തിപ്പെടുക എന്നുള്ളത്, അതിന് ഓപ്പർച്യൂണിറ്റി കിട്ടാനാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ റൈറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ല. കഴിവുള്ള കലാകാരന്മാരുണ്ട് അല്ലേ, കഴിവുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പക്ഷേ റൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. ചില അവസരങ്ങളിൽ ചില റോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. പക്ഷേ ബിഗ് ബോസ് സീസൺ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്റർടൈൻമെന്റ് ഫീൽഡ്, നമ്മുടെ നാട്ടിലെ എന്റർടൈൻമെന്റ് ഫീൽഡ്, ഇതുപോലുള്ള സിനിമ, ഷോസ്, സീരിയൽസ്, ഇതിലൊക്കെ കയറണമെങ്കിൽ ഈ കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകണമെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. ഇതിന് അതിനുള്ളിൽ ആൾക്കാർ ഫീമെയിൽ ആ രീതിക്കുള്ള അഡ്ജസ്റ്റ്മെന്റിന്, മെയിലും ഇപ്പൊ വേറെ എന്തെങ്കിലും രീതിയിൽ അഡ്ജസ്റ്റ്, എസ്പെഷ്യലി ഫീമെയിൽസിനാണ് അത് കൂടുതലും വേണ്ടി വരുന്നുള്ള ഒരു ആരോപണം അഖിൽ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ അത് പലരും അത് മൗനസമ്മതം, നമ്മുടെ ഇന്റർവ്യൂ ചെയ്ത ആൾക്കാർ മൗനസമ്മതത്തിൽ പറയുന്നുണ്ട്. അപ്പൊ താങ്കൾക്ക് എന്താണ് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ പറയാനുള്ളത്? അതൊരാളുടെ വ്യക്തിപരമായിട്ടുള്ള തികച്ചും പേഴ്സണൽ കാര്യമല്ലേ ബ്രോ. ഒരാൾക്ക് ഒരാളുടെ അടുത്ത് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും, ഞാനിപ്പോ ഒരാളിന്റെ അടുത്ത് ചോദിക്കുന്നു, ഞാൻ ചോദിക്കുന്നു എനിക്ക് താങ്കളായിട്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കാര്യം താല്പര്യമുണ്ട്.
അയാള് താല്പര്യം ഇല്ല എന്ന് പറയാൻ ഉണ്ടെന്ന് പറയാം. അത് അവരുടെ അവസരം അവിടെ കാര്യമല്ലേ. നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. ചോദിക്കാ ഇവിടെ എന്ത് അവസരം നഷ്ടപ്പെടുന്നു? കഴിവുള്ള ഒരാൾ വന്നിട്ട് ഈ അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങൾ അവർക്ക് നല്ല ടാലന്റഡ് ആയിരിക്കും, ആ ടാലന്റ്സിന് അപ്പുറം നിന്നുകൊണ്ട് പറയാം. അത് നമ്മളിന്ന് കേട്ട കാര്യം കണ്ട കാര്യമൊന്നും അല്ലല്ലോ. അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ അതൊക്കെ നിയമപരമായിട്ടുള്ള അല്ലേ? അതെ, അവരൊന്ന് പറയട്ടെ. അവരെ നിങ്ങളുടെ പിന്നെ അതായത് ഇവിടെയുള്ള എല്ലാ ബിഗ് ബോസിൽ പോയിട്ടുള്ള ഇത്രയും ആൾക്കാരുടെ വായായിട്ട് വേറൊരാൾ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. കാര്യം ഒന്നുമില്ലെങ്കിലും ഉണ്ട ചോറിന് നന്ദി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. മിനിമം എഗ്രിമെന്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാം മടക്കി പൂട്ടിക്കെട്ടി വെച്ചിട്ട് എനിക്കാരെയും പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിൽ ഈ നമ്മളത് കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാവും കേട്ടോ. എഗ്രിമെന്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്ത് അവർ കാണിക്കുന്ന എന്ത് തോന്നിയാസവും, അതായത് എഗ്രിമെന്റ് കഴിഞ്ഞപ്പോഴല്ലേ പറഞ്ഞു. അതൊക്കെ ആദ്യമേ പറയണ്ടേ? കപ്പൊക്കെ എടുത്ത് തൂരി പറഞ്ഞിട്ട് അപ്പഴേ പറയണ്ടേ ഇവിടെ കാസ്റ്റിംഗ് കൗച്ചുണ്ട്, അതുകൊണ്ട് എനിക്കിത് വേണ്ട, എനിക്ക് ബിഗ് ബോസ് വേണ്ട പറയാൻ ഇവര് ഒരു കോർപ്പറേറ്റ് ബ്രോ. നിലപാടില്ലാത്ത ആൾക്കാരാണ് ബ്രോ ഇവരൊക്കെ, മനസ്സിലായോ? ഉദാഹരണത്തിന് ഈ ഇവിടെ ലുലു മാളിന്റെ ഫ്രണ്ടിൽ ചെന്ന് മുണ്ടുപൊക്കി കാണിക്കുക ഇതിനെക്കാലം ഇത് യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞ അതേ ആള് തന്നെയാണ്, അതേ നാണയത്തിൽ തന്നെയാണ് അവൻ തിരിച്ചടിച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്ന് പിന്നെ ബിഗ് ബോസിനെ പോലെ ഇത്രയും മഹത്തേറിയ ഒരു ഷോ ഇല്ലാന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ പുള്ളിക്കാരൻ തന്നെ പറയണേ ഇത് കംപ്ലീറ്റ് ഉടായിപ്പാണെന്ന് പറയുന്നത്. ഷോയെ കുറിച്ചല്ല പുള്ളി പറയുന്നത്, അതിലെ ചില ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഷോ മോശമാണെന്ന് പുള്ളി പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇല്ല ഇത് കേട്ടില്ലേ? ഷോയും മോശമാണ്, ഇത് ഇത്രയും വൃത്തികെട്ട ഷോയും അതുപോലെ തന്നെ ഇത്ര വൃത്തികെട്ട കണ്ടസ്റ്റന്റും വൃത്തികെട്ട സീസണും അല്ലേ, എല്ലാം വൃത്തികെട്ടത്. ഇപ്പൊ അതെ സിബിന്റെ കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ. സിബിന്റെ കുറച്ച് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും ഇത്രയും ഇനിയിപ്പോൾ എനിക്ക് എന്തായാലും പൊങ്കാലയുടെ പൂരമായിരിക്കും, നോ പ്രോബ്ലം, കുഴപ്പമില്ല. സിബിന്റെ കാര്യം കൂടെ ഞാൻ പറയാം. സിബിന്റെ കാര്യം സോ സിമ്പിൾ. സിബിൻ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ബ്രോ. എങ്ങനെയെങ്കിലും അവനെ അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് ഓടിയാൽ മതി എന്നായിരുന്നു. അതുകൊണ്ടാണ് അവൻ കരഞ്ഞ് പിടിച്ച് അവിടെ വെളിയിലിറങ്ങിയത്. വെളിയിലിറങ്ങിയപ്പോഴത്തേക്കും ഈ വെളിയിലുള്ള ഈ സംഭവങ്ങളെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും ഇവൻ്റെ കയ്യിൽ നിന്ന് പോയി. അയ്യോ, ഞാനകത്ത് നിന്നിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ചെയ്യാമായിരുന്നു. അപ്പോഴത്തേക്കും ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ, അതായത് സീസൺ കഴിയുന്നത് വരെ എൻ്റെ പേര് വെളിയിൽ കേൾക്കുക. ഇപ്പം സിബിൻ എവിടെ പോയി? ഇനി നിങ്ങളൊരു 10 ദിവസം കഴിയുമ്പോൾ സിബിനൊന്നും കാണൂല. അല്ല, സിബിൻ FIR കൊണ്ടുവരാന്നൊക്കെയാണല്ലോ സിബിൻ പറയുന്നത്. വെറുതെ വക്കീലുമൊക്കെ ആയിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ആലോചിച്ചു ഞങ്ങളല്ല പറഞ്ഞ മുറിയിൽ പൂട്ടിയിട്ടു, മരുന്ന് കൊടുത്തു. ഇപ്പൊ എനിക്ക് അവിടെ മെഡിസിൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് മറ്റേ സ്ഥാനത്ത് ചെന്ന് ഇടിച്ചില്ലേ, ഇടിച്ചപ്പോഴത്തേക്ക് എൻ്റെ കൈ മുറിഞ്ഞു. അപ്പോഴത്തേക്ക് അവരെനിക്ക് ഇഞ്ചക്ഷനും ചെയ്ത് എനിക്ക് അവിടെ നിന്ന് മെഡിസിനും ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസം ഞാൻ മെഡിസിൻ കഴിച്ചു. അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ ചെന്ന് അവിടെ റിയലായിട്ട് അടി ഉണ്ടാക്കിയത്. 2 ദിവസം മെഡിസിൻ കഴിച്ചു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അതിനെ ആരോപിക്കാമല്ലോ, എനിക്ക് അവർ തന്നത് ഇങ്ങനത്തെ മെഡിസിൻ ആണെന്ന്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില മരുന്നുകൾ കൊടുത്തിട്ടാണ് ജിൻഡോ അവിടെ ഉറങ്ങുന്നതെന്നുള്ള ആരോപണങ്ങൾ. അത് ഞാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. അയ്യോ, കാര്യം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാലേ ബ്രോ, ഉറക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ബ്രോ, നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ കണ്ണടഞ്ഞിടഞ്ഞു പോകും. ഞാനൊക്കെ അവിടെ വന്ന് ആ സോഫയിൽ വന്ന് ഇരിക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഹർട്ട് ചെയ്യും ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. കുപ്പിയൊക്കെ വെച്ച് സ്വന്തമായിട്ട് അടിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിനകത്തുള്ള ഒരു കാര്യമാണ്, അല്ലാതെ അതിന് പ്രത്യേകം പിന്നെ അതിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒക്കെ പവർ തന്നെയാണ്. സോ ആരും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അഖിൽ മാരാർ സീസൺ 5 കണ്ടസ്റ്റന്റ് ആയിരുന്നു. അദ്ദേഹം കുറെ ആരോപണങ്ങൾ നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ച്, ഷോയെ കുറിച്ച്, സ്ത്രീകളുടെ കുറിച്ച്, പണം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ കുറെ ആരോപണങ്ങൾ വെച്ചു. താങ്കൾ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിനോട് അനുയോജിക്കുന്നോ വിയോജിക്കുന്നോ? അഖിൽ മാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച്. അഖിൽ മാരാർ പറയുന്ന പല സ്റ്റേറ്റ്മെന്റുകളും അഖിൽ മാരാറിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീണ്ടും ജനങ്ങളുടെ ഇടയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അഖിൽ മാരാർ എന്നെ ചെയ്യുന്ന കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതാണെന്ന് ഏത് പൊട്ടനും മനസ്സിലാവും അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അത് സിമ്പിളല്ലേ? ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? എന്തെങ്കിലും ഒന്നും ഉണ്ടായില്ല. അഖിൽ മാരാറിന് കുറച്ച് ദിവസം ഇന്റർവ്യൂ കിട്ടി. അഖിൽ മാരാറിന് കുറച്ച് പ്രൈമിൽ വന്നു. അഖിൽ മാരാറിന് അത് നിങ്ങൾ ചോദിക്കേണ്ട സമയത്താണ് ചോദിക്കണം. നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും വളരെ സീരിയസ് ആയിട്ട് കോൺട്രവേഴ്സി ഒക്കെ ഭയങ്കര ശാരിക എന്ന് വിളിച്ചാൽ ഹൗ ക്യാൻ ഐ കംപ്ലീറ്റ് ദിസ്? ഞാൻ വിളിച്ചു വരുന്നത് അതിന്റെ മാന്യം നിങ്ങൾ കീപ്പ് ചെയ്യുക. ഓക്കെ, ഇതാണ് അവിടെ. അപ്പൊ നമ്മളെ കുറച്ചുകൂടെ ഷൗട്ട് ചെയ്യും. ഇത്രേ ഉള്ളൂ. അല്ല ബ്രോ, ഷൗട്ട് ചെയ്യുമ്പോ ഞാൻ അങ്ങോട്ട് ആരെയും പോയി തൊട്ടില്ല ബ്രോ. ഞാൻ അങ്ങനെ തൊടത്തുമില്ല. നിങ്ങൾ ഇനി എന്നെ ഇവിടെ പച്ചത്തെറി വിളിച്ചിരുന്നാലും ശരി, നിങ്ങൾ ഇനി ഇവിടെ എന്തൊക്കെ എന്നെ കാണിച്ചിരുന്നാലും ശരി, ഞാൻ അങ്ങോട്ട് മീൻസ് എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ശരീരത്തിൽ തൊടുന്നത് എനിക്ക് ഇഷ്ടമില്ല.
ശരിക്കും അത് കുഴപ്പമില്ല, അനുവാദം ഇല്ലാണ്ട് തൊടാം, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. എന്റെ അനുവാദം ഇല്ലാതെ ഇപ്പൊ അപ്സര അതില് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്ന സൂക്ഷിക്കണം വേണം. അല്ല ശരിക്കും ഞാൻ ചോദിച്ചത്, ഞാൻ റോക്കിയോടല്ലേ ചോദിച്ചത്. റോക്കിയോട് ചോദിച്ചത് ഞാൻ ചോദ്യത്തിന് ഒരു സ്പർശനം, വെള്ളമില്ലാത്ത ഇഷ്ടപ്പെടാത്ത ഒരാൾ, വെള്ളം ചിലർക്ക് ചെയ്ത് അലർജിയാണ്, അതുപോലെ റോക്കിക്ക് സ്പർശനം അലർജിയാണ്. അത് ശാരികയെ പോലാണെന്ന് അവിടെ സ്റ്റേറ്റ്മെന്റ് ചെയ്യേണ്ടത്. റോക്കിനെ സപ്പോർട്ട് ചെയ്തോണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു അതെ നമ്മൾ അനുവാദമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അനുവാദമില്ല. ഓക്കെ, പ്രൈവറ്റ് സ്പേസ് അല്ലേ അല്ലേ? ഒരാളുടെ മൂക്കിന്റെ തുമ്പ് വരെ ഉള്ളൂ മറ്റൊരാളിന്റെ പബ്ലിക് പ്ലേസ്. മൂക്കിന്റെ തുമ്പ് വരെ താങ്കൾ മൂക്കിന്റെ തുമ്പ് കടന്നു പോയില്ലേ? ഒരാളുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ സിജോ, കാണിക്കാൻ എന്താ? അവ അതിർത്തി വേദിച്ച്, അവൻ എന്റെ അതിർത്തി ബിഗ് ബോസ് എന്നത് സമൂഹമാണെങ്കിൽ, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ബിഗ് ബോസ് എന്നുള്ളത് സമൂഹമാണെങ്കിൽ ഞാൻ അവിടുത്തെ വീടാണ്. ഓക്കെ, എന്റെ വീട് ഞാനാണ്, എന്റെ അതിർത്തി ഞാനാണ്. എനിക്ക് അവിടെ നിരന്തരമായിട്ട് ഒരു വീടില്ല, ഒരു റൂമില്ല. എന്നെ ഞാനാണ് കെയർ ചെയ്യുന്നത്. ഓക്കെ, ബിഗ് ബോസ് സമൂഹമാണെങ്കിൽ ഞാൻ അവിടെ വീടാണ്. ആ എന്റെ വീട്ടില് എന്റെ അനുവാദമില്ലാതെ അതിക്രമിച്ച് കയറിയ ഒരാളിനെ നേരിട്ട്, അത്രേ ഉള്ളൂ. പുറത്ത് വരുന്ന ട്രോളുകൾ കുറെ, താങ്കൾ ട്രോളി എയറിലാണല്ലോ ഇപ്പം താങ്കൾ, ആൾക്കാർ. അതെ, അപ്പൊ അതിൽ ദേഷ്യം തോന്നാറുണ്ടോ? അവരെ പോയി അടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഒരു പുച്ഛം മാത്രം. ഇതെന്തുകൊണ്ടാണ് അന്നത്തെ സ്ട്രാറ്റജിയിൽ പ്രയോഗിക്കാൻ പറ്റാഞ്ഞത്? ഇങ്ങനെ കളിയാക്കുന്നവരും പ്രവോക്കുന്നവരും പുച്ഛിച്ച് മാറ്റി താങ്കൾക്ക് പോകാമായിരുന്നു. അല്ല, ആ കാര്യം അവിടെ കഴിഞ്ഞു പിന്നെയും അതിലേക്ക് വരരുത്. വൃന്ദ, ഞാൻ ഇനിയിപ്പോ മറുപടി പറയട്ടെ. ഈ കാര്യം കഴിഞ്ഞു എന്ന് പറയുമ്പോ ആ ആൾ ഇപ്പോഴും സ്റ്റിൽ അവിടെ ഉണ്ട്. അയാൾ അതിന്റെ വേദനകൾ സ്റ്റിൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അയാൾ അത് പലരും വിളിച്ച് പറയുന്നു എന്നുള്ളതാണ്. അല്ലാതെ ആ വിഷയം അവിടെ തീർന്നിട്ടില്ല. അയാളുടെ ലൈഫ് അയാൾ കഴിഞ്ഞ ദിവസമാണോ യൂട്യൂബ് ചാനൽ വന്ന് പറഞ്ഞത് എന്റെ മാരേജ് പോലും പോസ്റ്റ്പോണ്ടഡ് ആണ്, ഈ ഓഗസ്റ്റിലോ ഫസ്റ്റിലോ സെക്കൻഡിലോ കല്യാണം കഴിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. എനിക്ക് സിജോയായിട്ട് യാതൊരു ബന്ധവും അയാൾ എന്റെ ആരുമല്ല. ബട്ട് എന്നല്ല പോലും അത് കേൾക്കുമ്പോൾ പ്രേക്ഷക എന്ന നിലയിലോ ജനങ്ങൾക്ക് തോന്നാറുണ്ട് എന്തൊരു ദുഷ്ടനാണ് റോക്കി, എന്താണ്. അപ്പൊ അത് നീതീകരിക്കേണ്ട അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്ത് തരേണ്ട ഒരാൾ റോക്കിയാണ്. ആസ് എ ബിഗ് ബോസ് പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴേ പറഞ്ഞല്ലോ, അത് തെറ്റ് തന്നെയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതങ്ങനെ അത്രയും പ്രൊവോക്കേഷൻ ഉണ്ടായി. ആ സിറ്റുവേഷൻ പോരാഞ്ഞിട്ട് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ പിന്നെ ടോട്ടല് വന്നിട്ട് അതിനകത്ത് എനിക്ക് ഉറക്കമില്ലായിരുന്നു. എൻ്റെ മൈൻഡ് ഔട്ടായിരുന്നു. നമ്മളിവിടെ കാണുമ്പോഴല്ല 16 ദിവസം, ആദ്യത്തെ 16 ദിവസം എങ്ങനെ നേരിട്ട് ക്ഷമ പറയാനുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായില്ല. ധൈര്യോ? ക്ഷമയല്ലേ, വേറൊന്നുമില്ലല്ലോ. ധൈര്യം എന്തിനീ? അതായത് ഇത്രയൊക്കെ ചെയ്തു ഇവിടെ ഒരാളുടെ അടുത്ത് ക്ഷമ പറയാൻ വേണ്ടി പോകണം. ഒരു ഹ്യൂമൻ ബീങ് ആണ്, ഞാനൊരു മനുഷ്യനാണ്. ഹ്യൂമൻ നമുക്ക് സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കാന്ന് പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ അയാളെ ആസ് എ പേഴ്സൺ അയാളുടെ വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും ഒക്കെ നിങ്ങൾക്ക് മാപ്പ് പറയാൻ ഇല്ലേ? ആ ഒരു ധൈര്യം. ഞാനിപ്പം വീട്ടിൽ പോയി ഇത് കേക്ക്, ഞാൻ വീട്ടിൽ പോയെന്ന് വെച്ചോ, അപ്പം കുറെ ആൾക്കാർ വരും, ഇപ്പൊ മീഡിയക്കാർ വരും, എല്ലാം റോക്കി ഇതാ വീണ്ടും അടുത്ത നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. നിനക്ക് നാണമില്ലേടാ, നിനക്ക് വീണ്ടും ഇങ്ങനെ അങ്ങനെ പറയത്തുള്ളൂ. ആ മാപ്പിന് ഒരു വിലയും ആരും റോക്കിയുടെ ഒരു ഇമേജ് മാറ്റിട്ട് നമുക്ക് പോയാലോ? ആലപ്പുഴയിലാണ് സിജോയുടെ വീട്, പൂങ്കാവില്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോയാലോ? ഞാനും കൂടെ വരാം. എന്ത് പറയുന്നു? ആലോചിച്ചിട്ട് പറയാം. എനിക്ക് തോന്നുന്നില്ല റോക്കിക്ക് അത് പറ്റുമെന്ന്. ബിക്കോസ് ആ ഒരു ലോഡ് പുച്ഛം എനിക്ക് ആ ഗ്ലാസിന്റെ ഇടയിലൂടെ കണ്ണിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഐ കാണ്ട് ബിലീവ് ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ് എന്ന്. ഓക്കെ, ഗ്രാൻഡ് ഫിനാലയിൽ തന്നെ ക്ഷണിക്കാത്തതിൽ അമിതമായ പ്രതീക്ഷയോ അല്ലെങ്കിൽ അമിതമായ ദേഷ്യം ഉണ്ടായിരുന്നു? എന്റെ കുപ്പി ഉണ്ടായിരുന്നു ഗ്രാൻഡ് ഫിനാലയില്. റോക്കിയുടെ കുപ്പി അവിടെ ഒരു ക്യാരക്ടറായി. ബിഗ് ബോസിന് ഇത്രയും പിന്നെ എന്തുവാ നമ്മളെ എന്താ പറയാ ആശയത്തിന് പഞ്ഞുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ഒരു കുപ്പിയെ എടുത്ത് അവിടെ ഒരു കണ്ടന്റ് ആക്കാമെങ്കിൽ അതായത് അതിലൂടെ സ്ഥാപിച്ചെന്താണ്, ബിഗ് ബോസിൽ റോക്കി 16 ദിവസം കുടിച്ച കുപ്പി 10 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാമെങ്കിൽ ഞാൻ 72 ദിവസം കുടിച്ച കുപ്പി 20 ലക്ഷത്തിന് കൊടുത്തുകൂടെയെന്ന്. കാര്യം ബിഗ് ബോസ് എന്നുള്ള ഷോയെ ഹൈപ്പ് ചെയ്ത് കാണിച്ചതാണ് അവിടെ. അല്ലാതെ അതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് കളയാത്ത ആ ഒരു പോർഷൻ. അല്ലെങ്കിൽ അവർക്ക് എന്നെ ഇത്രയും കട്ട് ചെയ്ത് റോക്കി കുടിച്ചത് എന്റെ കയ്യിലിരിക്കുന്നത് അത് വെച്ചിട്ടാണ് താൻ കാണിക്കുന്നത്. അതായത് ആ നേരത്തെ കാണിച്ച ആ ഒരു എന്താ പറയുന്ന അഹങ്കാരത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അരഗൻസിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ആൾക്കാർ അതിനെ വിലയിരുത്തിയത്. അതാണ് ട്രോളുകൾ വരാൻ കാര്യം. വിലയെടുത്തിട്ട് നമുക്ക് എല്ലാവരുടെ അടുത്തും ചെന്നിട്ട് നീ ഇങ്ങനെ വിലയെടുത്തല്ലേ ഇങ്ങനെ വിലയെടുത്തല്ലേ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഞാൻ ഐഫോൺ 15 Pro Max, 13 Pro Max, 14 Pro Max. 14 Pro Max ആണ്. അപ്പൊ അത് വിൽക്കുമോ? ആ ഫോൺ വിൽക്കുമോ? പിന്നെ ഞാൻ അടുത്ത ഫോൺ വരുമ്പോഴത്തേക്ക് ഈ ഫോൺ കൊടുക്കും, അടുത്ത ഫോൺ വരുമ്പോഴത്തേക്ക് അങ്ങനല്ലേ നമ്മളെല്ലാരും ചെയ്യുന്നത്. ഒരേ സമയത്ത് 10 ഫോൺ വെച്ച് നടക്കുവായിരിക്കും. ഫോൺ എടുക്കാൻ ആഗ്രഹം എത്ര രൂപയ്ക്ക് തരും ഇപ്പൊ ഐഫോൺ പ്രോ മാക്സ്? ഇപ്പൊ എത്ര രൂപ ഉണ്ട് മാർക്കറ്റ് പ്രൈസ്? അത് നോക്കിയിട്ട് തരാം.
അല്ല മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ വാട്ടർ ബോട്ടിൽ 20 രൂപയല്ലേ അല്ലെങ്കിൽ പോട്ടെ 200 രൂപയല്ലേ ഉള്ളൂ, നിങ്ങൾ 20 ലക്ഷം പറഞ്ഞില്ലേ? കമ്പയർ നോക്കിയാണ് ഇതൊരു ലോക്കൽ കമ്പയർ ആയിപ്പോയി. ഞാൻ ഇത്ര എന്റെ 6 വർഷത്തെ നിങ്ങൾക്ക് ലോക്കൽ പരിപാടി എന്റെ കാണിക്കാം. 6 ഒരു വർഷത്തെ ഫോൺ വെച്ചിട്ടാണ് അത് എന്റെ ഓക്കേ 6 ചോദിക്കാൻ വർഷത്തെ മര്യാദയുണ്ട്. കഷ്ടപ്പാട് നിങ്ങൾ ഉപയോഗിച്ച കാത്തിരിപ്പ് ഒരു ഞാൻ 200 അതിനകത്ത് rupees-ന്റെ പോയിട്ട് water ഞാൻ bottle ഇത്രയും വെച്ചിട്ട് ഇമ്പാക്ട് 20 ഉണ്ടാക്കി. lakhs-ന് മേടിച്ചാൽ അവിടെ നിന്ന് എനിക്ക് കൊടുക്കില്ല ആകെ എന്ന് കിട്ടിയത് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവിനെയാണ് ഞാൻ ട്രോഫി ഉദ്ദേശിച്ചത്. ലക്ഷ്യം പ്രാപിച്ച് പോയ എനിക്ക് കിട്ടിയത് ഒരു വാട്ടർ ബോട്ടിൽ. ഓക്കെ, അത് അവിടെ അപ്പൊ അത് എനിക്ക് മനസ്സിലാക്കാത്തതല്ലല്ലോ. പ്രീഷ്യസ് ആണ് ബ്രോ. അതായത് Because of your action. നിങ്ങളുടെ Because of your action ചിലപ്പോൾ ആണ് നമ്മൾ അവിടെ പറയുമല്ലോ, നമ്മള് ചിലപ്പോൾ ഒരു Remuneration മൈപ്പിയിൽ ഒന്നും അല്ലെ, കിട്ടില്ല. അപ്പൊ ഒരു bottle മൈപ്പിയിലേക്ക് മാത്രം എത്ര രൂപ തന്നോ? വിലയുണ്ട്? ചിലപ്പോൾ റോക്കി, നിങ്ങൾ റോക്കി, ഏതെങ്കിലും ഒരു എന്നെ സുഹൃത്ത് ശ്രദ്ധിക്കൂ. പണ്ട് തന്ന ഒരു മൈപ്പിയിൽ നിങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവത്തില്ലേ? റോക്കി എന്ന് വിളിച്ചാൽ ശ്രദ്ധിക്കില്ല. റോക്കി ശ്രദ്ധിക്കും. യെസ്, പറയൂ. താങ്കൾ പറഞ്ഞല്ലോ ബോട്ടിൽ മാത്രം പിന്നെ എന്തോ ഫലകോ ഏതാണ്ട് തന്നിട്ടുള്ളൂ, അവിടെ റെമ്യൂണറേഷൻ തന്നില്ല അവര്? ഉറപ്പായിട്ടും തന്നു. എനിക്ക് ഫുൾ പേയ്മെന്റും കിട്ടി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടിച്ചിട്ട് പോയെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടി? ഫുൾ പേയ്മെന്റും കിട്ടി. എനിക്ക് തോന്നുന്നത് ഫുൾ പേയ്മെന്റ് അവർ ആദ്യം തന്ന് സെറ്റിൽ ചെയ്ത് തന്നെയാണ് തോന്നുന്നത്. ഇനി പരിസരത്ത് വന്നു പോലും. അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇപ്പം ഒരു ദിവസം റോക്കി ഒരു ദിവസത്തേക്ക് റോക്കി ടൈം ആണല്ലോ, അപ്പൊ റോക്കിക്ക് എന്ത് വിലയിടും ഒരു ദിവസവും? ഒരു ദിവസത്തേക്ക് നമുക്ക് അങ്ങനെ വിലയിടാൻ പറ്റുമോ ബ്രോ? അങ്ങനെയാണല്ലോ റീൽസിൽ കാണിച്ചോണ്ടിരിക്കുന്നത്. താങ്കൾ റീൽസിൽ അങ്ങനെയാണല്ലോ റോക്കി കാണിച്ചോണ്ടിരിക്കുന്നത്, കുപ്പിക്ക് വിലയിടുന്നു. ഓക്കെ, ബിഗ് ബോസിൽ എന്തായിരുന്നു താങ്കളുടെ വില? ബിഗ് ബോസിൽ എന്റെ വില എനിക്കിപ്പോ ഒരു പെർ ഡേ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കാം, സത്യമാണെങ്കിൽ വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിപ്പിക്കുമല്ലോ. അങ്ങനെ വിശ്വസിച്ചു. ഓക്കെ 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 ഓക്കെ. കപ്പ് കിട്ടാൻ അർഹത ഉണ്ടായിട്ടും കിട്ടാതെ പോയ മത്സരാർത്ഥി? ജാസ്മിൻ. ജാസ്മിൻ 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 ഒരുപാട് നെഗറ്റീവ്സ് ഉള്ള ഒരാളായിരുന്നു. പക്ഷേ പിന്നെ റോക്കി എന്താണ് അതിൽ കാണുന്ന ഒരു ഹാർഡ് വർക്ക് ചെയ്ത്? ഷീസ് ഹാർഡ് വർക്കർ. ഹാർഡ് വർക്ക് ചെയ്തു ഭയങ്കര. അതായത് സ്വന്തം പ്രതിച്ഛായ വരെ കളഞ്ഞിട്ട് അല്ലെ, എന്തൊക്കെ ത്യജിച്ച് എന്തൊക്കെ പിന്നെ എന്തോ ഒരാളും ഇങ്ങനെ ഇത്ര ഇതായിട്ട് വിളിച്ചിരുന്നോ? സെക്കൻഡ് റണ്ണറപ്പ് വിളിച്ചൊന്നുമില്ല. എന്റെ അടുത്ത് ദേഷ്യം ഉണ്ടാവും. ജാസ്മിനെ ഒന്ന് വിളിച്ചാലോ? കംഫർട്ടബിൾ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കുഴപ്പമൊന്നുമില്ല. വിളിക്കോ? എന്റെ നമ്പർ ഒന്നുമില്ല. നമ്പറില്ല. നിങ്ങൾ വിളിക്കും. ഓക്കെ, ഞങ്ങൾ എങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെഷൻ വെക്കാം. ബിഗ് ബോസ് വീടിനുള്ള ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വൈബ് പകർന്ന മത്സരാർത്ഥി ആരായിരുന്നു? റോക്കിക്ക് നെഗറ്റീവ് വൈബ് റോക്കിക്ക് തോന്നിയത് 16 ദിവസം അവിടെ നിന്നപ്പോൾ? ഗബ്രി. ഒരു ഇൻസിഡന്റ്? എനിക്ക് ലാസ്റ്റ് ഇൻസിഡന്റ് പാവം ജാസ്മിന് ആ ഒരു സെക്കൻഡ് കിട്ടാത്തതിന്റെ പിന്നിൽ പോലും ഗബ്രി അവിടെ വന്ന ആവശ്യമില്ലാത്ത പരിപാടി ഒപ്പിച്ചുകൊണ്ടാണ്. വെളിയിൽ ഇറങ്ങിപ്പോയവനാണ്. അവൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം അല്ലേ. നമ്മൾ യൂസ് യുവർ ബ്രെയിൻ. നിങ്ങൾക്ക് ഇനി ഒരു 2-3 ദിവസമല്ലേ ഉള്ളൂ, തിരിച്ച് കയറിയിട്ട് ഒരു 3 ദിവസമേ ഉള്ളൂ. 3 ദിവസം വന്ന് മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ ആ പെണ്ണിന് സെക്കൻഡെങ്കിലും കിട്ടിയാണ്. ആ രണ്ടാമത് വന്നിട്ട് ആ സമയത്തും ആൾക്കാർക്കൊരു ദേഷ്യമുണ്ട് അല്ലേ. പൊതുവേ ആൾക്കാർക്ക് നമ്മുടെ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകൾ, നമ്മുടെ സാമൂഹിക അവസ്ഥയൊക്കെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ അമേരിക്കൻ സ്റ്റൈലൊന്നും അല്ല. നമുക്ക് എത്രയൊക്കെ പറഞ്ഞാൽ സാമൂഹിക മൂല്യങ്ങളുണ്ട്. നമുക്ക് മൂല്യച്യുതിയൊന്നും സംഭവിച്ചിട്ടില്ല. ആ മൂല്യത്തിൽ ഊന്നിയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ബിഗ് ബോസ് കാണുന്ന കൂടുതൽ ആൾക്കാരും വീട്ടമ്മമാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കുറേ പേര് കാണുന്നത്. അപ്പം അവർക്ക് അതൊരു റീതിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് അവിടെ ഉണ്ടായി അവസാനത്തെ ഈ 2-3 ഡേയ്സ്. അപ്പം ആ 2-3 ഡേയ്സ് ഉള്ള ആ ഗബ്രിയുടെ ആ ഒരു ഗബ്രിയാണ് ജാസ്മിന് കപ്പ് കിട്ടാതെ പോയതിന്റെ കാരണക്കാരനാണ്. ഒരു കാരണക്കാരൻ. പക്ഷെ അവര് തമ്മിൽ ഭയങ്കര കൂട്ടാണ്. ഒരു ലാസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് ജിൻഡുക്ക് കൊടുക്കാൻ ഞാൻ പറയൂല. പക്ഷെ ഫസ്റ്റ് ആർക്ക് കൊടുക്കുമെന്ന് വെച്ചാൽ എനിക്ക് അർജുനെ പ്രതീക്ഷിച്ചിരുന്നു. അർജുന അത് കിട്ടാതെ പോയത് ശ്രീതു പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു. അർജുനെ പ്രതീക്ഷിച്ചിരുന്നോ ഫസ്റ്റ് ടൈറ്റിൽ വിന്നർ ആയിട്ട്? അർജുൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അർജുൻ അല്ല നിങ്ങൾക്ക് അർജുനെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ബ്രോ? അർജുൻ ഒരു ഫേക്ക് ആണെന്ന് കുറെ വാർത്തകളുണ്ടായിരുന്നു. നല്ലൊരു വ്യക്തിയല്ലേ അല്ലേ? ഒറിജിനലി ആയാലും നല്ല വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒറിജിനൽ ആണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്. അർജുൻ ഒറിജിനൽ ആണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്. ചുമ്മാ ഫേക്ക് കളിയാണെന്നാണ് എന്നോടുള്ള 16 ദിവസം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആര് പോയാലും പുള്ളി ഭയങ്കര പൊട്ടിക്കരച്ചിലാണ്. ശ്രീതു പോയപ്പോ ലാസ്റ്റ് ഭയങ്കര അതിനകത്ത് കരയൂടോ? അത് ഇമോഷണലി നമ്മളെ ഇപ്പൊ നേരത്തെ അഗ്രഷൻ കാണിച്ചെന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ ഇമോഷൻ വരൂടോ? ഇമോഷൻ ഉണ്ടാവും അതിനകത്ത്. അത് വേറെയാണ്. നമ്മൾ ഇവിടെ പറയും പോലെ അല്ല. അവിടെ കുറച്ചുകൂടെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഷോ ആണത്. ശരിക്കും ഈ ശ്രീതു അവിടെ ഒരു കോംബോ വന്നിരുന്നല്ലോ, അർജുൻ ശ്രീതു കോംബോ വന്നിരുന്നു. അപ്പൊ അത് വന്നതൊന്നും അല്ല, അതൊക്കെ അങ്ങനെ ആക്കിയതാണ്. ചുമ്മാ ഞാൻ അതിനകത്ത് കുറച്ചുകൂടെ നിന്നിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും പിന്നെ ആളുമായിട്ട് ചിലപ്പോൾ കോംബോ ഒക്കെ വെളിയിൽ വന്നനാ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേറെ ഒരു എന്റർടൈൻമെന്റും ഇല്ല അതിനകത്ത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെന്താണ് ബേസിക്കലി നമ്മൾ നേച്ചറിൽ പെട്ടതാണ് അല്ലേ? നമ്മൾ നേച്ചറിൽ പെട്ടതാണ്. ആണും പെണ്ണും എന്നുള്ളത് നേച്ചറാണ്. അത് പറയണം റോക്കി. എന്തുകൊണ്ടാണ് ജാസ്മിൻ ഗബ്രി തമ്മിലുള്ള കോംബോയെ എന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങളത്
അത് ഇങ്ങനെ പറയുന്നത്? വേറെ എന്റർടൈൻമെന്റ് ഇല്ല എന്ന് പറയുന്നത് അവരുടെ ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നില്ലേ അതൊക്കെ? എന്റർടൈൻമെന്റ് അവർ എന്റർടൈൻമെന്റ് ആയിരുന്നു, അതുകൊണ്ടാണ് അവർ എന്റർടൈൻമെന്റ് പക്ഷെ അപ്പൊ തിരിച്ചു പറയേണ്ടി വരും, ലാസ്റ്റ് 3 ദിവസം വന്നിട്ടാണ് ഗബ്രി എന്തൊക്കെയോ ചെയ്തത് കൊണ്ടാണ് ജാസ്മിൻ വിന്നർ ആവാൻ ഞാൻ ഇപ്പൊ പറഞ്ഞു. എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് തോന്നിയത് അപ്പൊ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കും. എനിക്ക് അങ്ങനെ തോന്നി ലാസ്റ്റത്തെ. അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. ലാസ്റ്റത്തെ 3 days ഓവറായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാമായിരുന്നു അവർ ബുദ്ധിയുള്ളവനാണെങ്കിൽ. ജാസ്മിൻ വിജയിക്കണമെന്ന് ബുദ്ധിയുള്ളവനാണെങ്കിൽ ആ ലാസ്റ്റത്തെ അവൻ കുറച്ച് സംയമനം പാലിക്കണം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് സീസണിൽ ഒരു കണ്ടസ്റ്റന്റ് വെളിയിൽ പോയിട്ട് കണ്ണടിയൊക്കെ വെച്ചിട്ട് കണ്ടസ്റ്റന്റ് തിരിച്ചു കയറി വന്നു. അപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി, ദുബായ് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായി. രണ്ടാമത് ആ കണ്ടസ്റ്റന്റ് തിരിച്ചു കയറി വന്നിട്ട് എത്ര പക്വമായിട്ടാണ് ബിഹേവ് ചെയ്തത്, അല്ലേ? ഇപ്പം അല്ലെ, എത്ര ഡീസന്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. അപ്പം മറ്റേ ആള് ഫൈനലിലോട്ട് നിൽക്കുകയാണ്, ഫൈനൽ 5-ലുള്ളതാണ്. ഇയാൾ വന്നിട്ട് വീണ്ടും ഓരോരുത്തരുടെ ഡെഫിനിഷൻ അല്ലേ റോക്കി ഡീസൻസി എന്ന് പറയുന്നത്? ഡെഫിനിഷൻ അതാ താങ്കളുടെ സ്വഭാവം വെച്ച് കറക്റ്റ് ആയിട്ട് താങ്കളുടെ ഡെഫിനിഷൻ ആണ്. ഇപ്പൊ താങ്കൾ പറയും സിജോയെ അടിച്ചത് എന്റെ ഡീസൻസി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. ഇറ്റ്സ് യുവർ വേർഷൻ ഓഫ് ഡീസൻസി ആണ്. ഇതല്ലാതെ ഈ സിജോര അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് എനിക്കെതിരെ പറയാൻ പറ്റും? അത് എനിക്കെതിരെ ഒരു കാര്യം ഒന്ന് ചോദിച്ചു തീർത്തോട്ടെ പ്ലീസ്. ഞാൻ പ്രേക്ഷകരും കൂടെ പ്രേക്ഷകരെ നിങ്ങളോടും കൂടെ ചോദിക്കുകയാണ്. സിജോയോട് അല്ലാതെ എന്റെ വാട്ടർ ബോട്ടിൽ ബ്രോ, അത് ഞാൻ വിൽക്കാതിരിക്കും, ചിലപ്പോൾ എടുത്ത് ചവിട്ടി പൊട്ടിച്ച് കളയും, അതൊക്കെ എന്റെ ഇഷ്ടം ബ്രോ. എടാ, നിങ്ങൾ എന്തിനാണ് ഇതിലൊക്കെ നെർവസ് അപ്പൊ താങ്കൾ അത് വീട്ടിൽ കാണിച്ചാൽ പോരെ? നാട്ടുകാരെ കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ അറിഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ഒന്നും നോക്കുന്നില്ല. സോഷ്യൽ മീഡിയ അല്ലേ, അത് കാണില്ലേ? എത്രയോ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നു ഒരു ദിവസം വന്ന് എല്ലാം നമുക്ക് കാണാൻ പറ്റുമോ? വന്നപ്പോ സംഭവം വൈറലായി, അത് സ്ക്രോൾ ചെയ്ത് വന്ന് കണ്ടോണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മള് പിന്നെ കുറച്ചൊക്കെ ബുദ്ധി റോക്കിക്ക് ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ വൈറലാക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലോ? ഇത് വൈറലാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇങ്ങനത്തെ ചീപ്പായിട്ടുള്ള ഷോ ഒക്കെ കാണിക്കും. ചീപ്പാണ് അത്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്തൊക്കെ ഷോ ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കാണിക്കുന്നു? നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് വിൽക്കുന്നത് ചീപ്പാണോ? വിൽക്കുന്ന ചീപ്പല്ല, 200 രൂപയുള്ള ഒരു കുപ്പി 20 ലക്ഷത്തിന് വിൽക്കാൻ വെക്കുന്ന ഒരു ചീപ്പ് ഷോ ആണ്. നാളെ ഒരു സമയത്ത് ഈ 10 ലക്ഷം രൂപ തന്നിട്ട് എന്റെ അടുത്ത് നീ കുപ്പി ഒരാൾ മേടിച്ചാലോ? മേടിക്കട്ടെ, അപ്പൊ ജനങ്ങൾ പറയും. നാളെ ഒരു സമയത്ത് ഞാൻ സെലിബ്രിറ്റി ആയെന്ന് വെച്ചു, വലിയൊരു സെലിബ്രിറ്റി ആയി. ഇപ്പോഴും വലിയൊരു സെലിബ്രിറ്റി ആയി. അപ്പൊ ഈ 10 ലക്ഷം രൂപ തന്ന് ഒരാൾക്ക് ഈസി ആയിട്ട് മേടിച്ചൂടെ? മേടിക്കും. നമ്മൾ ഓരോ കടിച്ച ആപ്പിളും മറ്റേ ഇട്ട ഷർട്ടും ടൊർണാഡോയുടെ ഒരു പാനയും ഒക്കെ നമ്മൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് ഈ ലോകത്തൊന്നല്ല ജീവിക്കുന്ന. നമുക്കൊരു സീരിയസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റോക്കിയെ ഒറ്റപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ ശ്രമങ്ങൾ നടത്തിയ മത്സരാർത്ഥി ബിഗ് ബോസ് സീസൺ 6 ഒറ്റപ്പെടുത്താനാ? ഇല്ല, എന്നെ ഒറ്റപ്പെടുത്താൻ ആർക്കും പറ്റില്ലായിരുന്നു അവിടെ. പറ്റത്തില്ല? അതെന്താ അങ്ങനെ പറയാൻ കാര്യം? എൻ്റെ കൂടെ നല്ല ഒരു ടീം ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ടീം ഡൺ ഉണ്ടായിരുന്നു, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തിയിട്ടില്ല ആരും. മോസ്റ്റ് ഗ്ലാമറസ് മെയിൽ ആൻഡ് മോസ്റ്റ് ഗ്ലാമറസ് ഫീമെയിൽ ഇൻ ദ ബേബി ഹൗസ്. ഗ്ലാമർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്യൂട്ട് ആയിട്ടുള്ള ഹാൻസം മാൻ ആൻഡ് ബ്യൂട്ടിഫുൾ ഗേൾ, അതുപോലെ വുമൺ. ഇതിങ്ങനെ പറഞ്ഞിട്ട് മറ്റേ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചിട്ട് അതിൽ നിന്നൊരു കണ്ടന്റ് എടുത്ത് എടോ. അല്ല, റോക്കി അവിടെ ഒരു ഹാൻസം ഗൈ ആണ്. റോക്കി ഹാൻസം ഗൈ ആണ്, നമ്മൾ നിഷേധിക്കുന്നില്ല. ഓഫ് കോഴ്സ് യു ആർ അറ്റയർ നല്ലതാണ്, നിങ്ങളുടെ ഡ്രസ്സിങ് നല്ലതാണ്. ചിലവർക്ക് ചിലപ്പോൾ ചില ഓവറായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ എന്നാലും തെറ്റല്ല. എന്നാലും യു ആർ ഗുഡ്. അപ്പം ഞാൻ തന്നെ താങ്കളാണ് അവിടുത്തെ ഏറ്റവും ഹാൻസം ആയിരുന്നു വിശ്വസിക്കുന്നു, അതാണ് പറയുന്നത്. ഞാൻ പിന്നെ വേറെ എന്ത് പറയട്ടെ? വേറെ ആരെങ്കിലും പറയട്ടെ? എന്തൊരു വിനയമാണ് നിങ്ങൾക്ക്? വേറെ ആരെങ്കിലും പറയണോ? എനിക്ക് അങ്ങനെയൊന്നും പറയാനുണ്ട്. വേറെ ഒരാളാ പിന്നെ താങ്കൾ എന്നെക്കാളും ഭയങ്കര സുന്ദരനാണ്, അതുകൊണ്ട് ഞാൻ അത്ര ഇപ്പം അല്ലെ, നീ നിനക്ക് സുന്ദരനല്ലേടാ? അപ്പൊ റോക്കി ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇങ്ങനെ താങ്കൾ സുന്ദരിയാണോ? സുന്ദരിയാണോ? സുന്ദരിയല്ലേ? അത് താങ്കൾ മറ്റുള്ളവരല്ലേ പറഞ്ഞു. ഞാനാണ് വിമൽകുമാർ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ സുന്ദരിയാണോ എന്ന് പറയേണ്ടത് ഞാൻ താങ്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം താങ്കൾ കൂടെ നിൽക്കുന്ന ഒരു സ്ഥലത്തില് ഇപ്പൊ ഇവിടെ ഉള്ളതിൽ ഏറ്റവും സുന്ദരി ആരാണ്? നിങ്ങൾ പറയൂ. താങ്കൾ ഞാൻ തന്നെയാണ്. അത് ബിഗ് ബോസ് സീസൺ 6 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഇപ്പൊ നമ്മൾ ഇത്രയും പേരില്ലേ, ഇത്രയും ആൾക്കാരില്ലേ? ഇപ്പൊ നമ്മളെ രണ്ടുപേരുടെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ചോദിച്ചത്. ഞാൻ പറഞ്ഞപ്പോ ഏറ്റവും ഞാൻ ബിഗ് ബോസിലെ കാര്യമാണ്, BB6 കാര്യമാണ് ചോദിച്ചത്. ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഗൈ ഓന്തിന്റെ സ്വഭാവം ആരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ? ഓന്തിന്റെ മെയിൻ ആയിട്ട് എടുത്ത് അതിൽ നമ്പർ 1 പൊസിഷൻ കൊടുക്കുകയാണെങ്കിൽ ആർക്ക് കൊടുക്കും? ഓന്തിന്റെ സ്വഭാവം ആലോചിച്ച് പറയേണ്ട ഉത്തരവാണ്. കഴുകന്റെ സ്വഭാവം? ജിൻഡപ്പൻ. അയാൾ കഴുകനാണോ?
കഴുകനെ അറിയാലോ, നിങ്ങളിത് പറയുമ്പോൾ പുറത്ത് പറയുമ്പോൾ ഓർക്കണം, ജിൻഡോയെ അതിനെ കുറിച്ച് പറയുമ്പോൾ കഴുകൻ എന്നൊരു കഴുകൻ എന്ന് പറയുന്നത് അതൊരു ശവന്തീനിയായിട്ടുള്ള ഒരു പക്ഷിയാണ്. അപ്പൊ ആക്ച്വലി അങ്ങനെ ഒരു മനുഷ്യനാണോ ജിൻഡോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. കഴുകൻ എന്ന് പറഞ്ഞാൽ കഴുകൻ എത്ര പവർഫുൾ ആയിട്ടുള്ള ക്രിയേച്ചർ ആണ് അല്ലേ? ആരാണ് കഴുകൻ? അതാ ഞാൻ ജഡായു ജഡായുവിന്റെ കാറ്റഗറിയിൽ പെട്ടതല്ലേ വിഷ്ണുവിന്റെ പിന്നെ സംഭവം? ജഡായു പരുന്താണ്. ജഡായു പരുന്താണ് കഴുകനാണോ ബ്രോ? അത് മറ്റുള്ളവർ വിചാരിക്കുന്നതിലാണ്. ജഡായു കഴുകനാണ് ബ്രോ, പരുന്തല്ല അല്ലേ? അയ്യോ എന്റെ തെറ്റായിരിക്കും എങ്കിൽ ജഡായു എന്താണ്? കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്യണം. പരുന്താണോ? പരുന്തല്ല, കഴുകനാണ്. ജഡായു പരുന്താണ്. ആണോ? ജഡായു പാറയിൽ പോയിട്ടുണ്ടോ? അവിടെ പക്ഷെ ഇതാണുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ പണ്ടൊക്കെ മറ്റേ ജയഹനുമാനൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു കഴുകനാണ്. റോക്കി ഉണ്ടായിരുന്നെങ്കിൽ റോക്കിയെ കഴുകനായിട്ട് നമുക്ക് പറയാമായിരുന്നു. റോക്കി ഒരു കഴുകന ഒരിക്കലല്ല. ഞാൻ ആരെയും പിന്നെ എന്തുവാ പറ്റിക്കാനോ വഞ്ചിക്കാനോ ദ്രോഹിക്കാനോ ആരെ പിന്നിൽ നിന്ന് കുത്താനോ നേരെ പോയേ ഉള്ളൂ. റോക്കിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മുഖത്ത് പോയി നിന്ന് ചോദിക്കും. ബാക്ക് സ്റ്റാബ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ എന്തുവാ ഒരു കാര്യത്തിന് വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ പിന്നെ അവിടെ ഒരുത്തനെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അവനെ വളച്ചു പൊടിച്ച് ഇതിലെ കൂടെ കൊണ്ടുവന്ന് ആ കുഴി കൊണ്ടുവന്ന് തള്ളിയിടാനോ അല്ലെങ്കിൽ ഒരുത്തന്റെ ഓപ്പർച്യൂണിറ്റി മനഃപൂർവ്വം നശിപ്പിക്കാനോ അല്ലെങ്കിൽ ശരി ഇങ്ങനെ ഇപ്പൊ എനിക്കറിയാം. താങ്കൾ എന്റെ കൂടെ മത്സരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റാണ്. എനിക്ക് താങ്കളുടെ ക്യാരക്ടർ എനിക്കറിയാം. താങ്കൾ ഞാനുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു. അപ്പൊ താങ്കൾ ഇതിന് അല്ലല്ല താങ്കൾ അപ്പം താങ്കൾക്ക് അറിയാം എന്റെ വീക്ക് പോയിന്റ് എന്താണെന്ന് അറിയാം അല്ലെ? കാര്യം നീ നല്ല സൗഹൃദത്തിലാകുമ്പം നിനക്ക് കാര്യം ഇതിനു മുമ്പ് ജിൻഡപ്പൻ്റെ ബോഡിയിൽ ഇങ്ങനെ ടച്ച് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞ് എടാ മോനെ ഞാനും നീയായിട്ട് ചിലപ്പോൾ വഴക്കൂടും, പക്ഷെ നീ എന്നെ പുറത്ത് തൊടല്ലോ പ്ലീസ്. എന്നാൽ ഞാൻ അത് നിങ്ങൾക്ക് ലൈവൊക്കെ എടുത്ത് നോക്കി അങ്ങ് കാണാൻ പറ്റും. അപ്പം പറഞ്ഞു ഇല്ലളിയാ ഞാൻ അങ്ങനെ ചെയ്യൂ. ഞാൻ പറഞ്ഞു ഇത് നിന്റെ ഒരു അവന്റെ ഒരു ഗെയിം ആണെങ്കിൽ അവന് പ്രൊവോക്കിംഗ് ഗെയിം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരാളെ ബോഡിയിൽ ടച്ച് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് അയാളെ കൊണ്ട് തല്ലിപ്പിച്ച് അയാളെ പുറത്താക്കുന്നതാണ് അവന്റെ പ്രൊവോക്കിംഗ് ഗെയിം ആണെങ്കിൽ ആ പ്രൊവോക്കിംഗ് ഗെയിമിൽ ഞാൻ വീണുപോയി, ഞാൻ പുറത്തായി അല്ലേ? ഞാൻ പുറത്തായി. ഇതേ ഗെയിം അല്ലേ ജിൻഡോക്കെതിരെയും പ്രയോഗിച്ചത്? ജിൻഡോ ഒന്ന് സംസാരിക്കടോ. ജിൻഡോക്ക് ആ വായില്ലാണ്ടാവും പലപ്പോഴും, മനസ്സിലായോ? ജിൻഡോ പറയേണ്ട കാര്യങ്ങൾ പറയത്തില്ല, ജിൻഡോ വിഴുങ്ങേണ്ട കാര്യങ്ങൾ വിഴുങ്ങും. അപ്പം എനിക്ക് ഒരിക്കലും ഒരു എന്തുവാ പറയാ ഒരു എന്താ ഞാൻ ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ പറയൂ, കേക്കട്ടെ, ജനങ്ങൾ അറിയട്ടെ നിങ്ങൾ എന്താണെന്ന്. ഇല്ല, എനിക്കൊരു ഫെയർ ആയിട്ടൊന്നും തോന്നിയില്ല. മീൻസ് ആ ഒരു കപ്പിന്റെ ഒരു വാല്യൂ തന്നെ പോയെന്നാണ് ഞാൻ പറയുള്ളൂ. ആ കപ്പ് തന്നെ കണ്ടില്ല, എത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് സീസണിലെ കപ്പ് കണ്ട കപ്പ് കാണുമ്പോൾ തന്നെ വർക്കിന്റെ ഭാഗമായിട്ടാണ് ജിൻഡോ ജയിച്ചെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആരോപണം ഉണ്ടല്ലോ, PR വർക്കിന്റെ PR ടീമാണ് ജയിച്ചത്. അല്ല അങ്ങനെയല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല ബ്രോ. ഞാൻ ഈ ഷോയിൽ മൊത്തം കൺഫ്യൂഷനാണ്. ഇവര് എന്ത് മാനദണ്ഡത്തിലാണ് ഒരാളെ വിജയിപ്പിക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് സാബുവിന്റെയും ദിൽഷയുടെയും മണിക്കുട്ടന്റെയും നമ്മള് അഖിലിന്റെയും കാര്യം എടുത്തു കഴിഞ്ഞാല് നമ്മൾ നോക്കിയാണ് അവർക്കൊക്കെ ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു അല്ലെ, ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ അതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആയിട്ടാണ് ഒരാൾ ഈ പ്രാവശ്യത്തെ കപ്പ് കൊണ്ടുപോയത് അല്ലെ. അപ്പം ആ പാറ്റേണിൽ നിന്ന് അത്രയും വ്യത്യാസം. അപ്പം നമ്മൾ എങ്ങനെ ഈ ഗെയിമിൽ പുതിയൊരാൾ ഈ ഗെയിമിനെ സമീപിക്കും? ഇനി അടുത്ത സീസണിൽ പോകുന്ന ഒരാൾ ഏത് ലെവലിൽ നിൽക്കും? ഒരു സൂത്രശാലിയായിട്ട് നിൽക്കുമോ അല്ലെങ്കിൽ സത്യസന്ധനായിട്ട് നിൽക്കുമോ? നിങ്ങൾക്ക് സത്യസന്ധനെയാണോ ഇഷ്ടം, സൂത്രശാലിയാണോ ഇഷ്ടം? അല്ല, ഈ ലോകത്ത് ഈ ആൾക്കാർക്ക് എപ്പോഴും സത്യസന്ധതയൊന്നും വിജയിക്കും. അതിപ്പോ എത്ര കാലം കഴിഞ്ഞാലും അത് പുറത്തു വരും. പക്ഷെ അതിൽ സൂത്രം കൂടെ കലർത്തുന്നവരെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും എനിക്ക് അറിയില്ല. സൂത്രപരമായ സത്യസന്ധത, സൂത്രപരമായ സത്യസന്ധന, സൂത്രശാലിയായ സത്യസന്ധന. അതെ, സൂത്രശാലിയായ സത്യസന്ധൻ എന്ന് റോക്കി വിളിക്കേണ്ടി വരും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഞാൻ എനിക്ക് സൂത്രം എന്ന് അറിഞ്ഞും കൂടെ ബ്രോ. ഈ തൊപ്പി എന്ന് പറഞ്ഞ യൂട്യൂബർ ഉണ്ടല്ലോ, പുള്ളിയുടെ വീഡിയോ ചാനലിൽ പോയിരുന്നിട്ട് താങ്കൾ പുള്ളിയെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇതേപോലെ വിളിച്ചു വരുത്തിയതാണ്, മനസ്സിലായോ? ഞാൻ ഈ തൊപ്പി എന്നുള്ള പയ്യനെ വന്നിട്ട് എനിക്ക് ഇവനെ പണ്ട് ഞാൻ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിപ്സ്, ഒരു ലോകത്തിലെ ഏറ്റവും എരിവുള്ള ഒരു മുളകോ എന്തോ നൂഡിൽസ് ഒക്കെ എടുത്ത് ഇങ്ങനെ അപ്പൊ നമ്മൾ ചിരിച്ചു കോമഡി. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ തൊപ്പി എന്നെ അവിടെ ഇതേപോലെ ഇന്റർവ്യൂവിന് വിളിച്ചിടാ ഇതുപോലെയാണ്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി ബ്രോ ഒന്ന് വരണം, ഞാൻ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, എനിക്ക് ടോവിനോയൊക്കെ ഇവിടെ കൊണ്ടുവരണം എൻ്റെ ഈ ഫ്ലോറിൽ. അതായത് ഒരാളിൻ്റെ ഘട്ടങ്ങളില്ലേ ബ്രോ, പണ്ട് അവൻ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവന് നന്നാവാനുള്ള അവസരം കൊടുക്കണ്ടേ? അപ്പം നമ്മളെല്ലാവരും കാറ്റഗറീസ് എന്ത് ചെയ്യുന്നത്? ഇന്ന ആളഴിക്കുക. ഇപ്പം എന്നെ എന്നിട്ട് നിങ്ങൾ മറ്റേ ആളിൻ്റെ അടുത്ത് ആറാട്ടണ്ണൻ്റെ അടുത്ത് നിങ്ങൾ മറ്റേ അലൻ പെരേരയൊക്കെ കൂടെ പോയിരുന്നില്ല എന്ന് ചോദിച്ചു. ബ്രോ, എനിക്കെല്ലാവരും ഒന്ന് തന്നെ ബ്രോ. എനിക്ക് മനുഷ്യരെല്ലാവരും, എനിക്ക് അലൻ പെരേര എന്ന് പറഞ്ഞാലോ ഞാൻ അവിടെ ചെന്ന് അവരെ കൈ കൊടുത്ത് അവരെ ഒപ്പത്തിന് എനിക്കൊരു കുറച്ചിലും ഇല്ല.
മനസ്സിലായി. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പം ലാസ്റ്റാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് പുള്ളിക്കാരൻ പറയണ, ബ്രോ ഇവർ രണ്ടുപേരും കൂടെ ഉണ്ട്, നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറയാം, എനിക്ക് അല്ല എനിക്ക് കുഴപ്പം, എനിക്ക് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അതങ്ങനെയൊന്നും ആയില്ല ബ്രോ, അത്രയും ഞാൻ എത്തിയില്ല. അപ്പം ഞാൻ പറയാം ഓക്കെ. അപ്പം അപ്പം ചിലപ്പോൾ ജനങ്ങൾക്ക് വിചാരിച്ച് കാണും ഓക്കെ അതിനേക്കാളും അപ്പുറം എത്തി അവരുടെ കൂടെ. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എനിക്ക് അവരെല്ലാം ഇപ്പം തൊപ്പിയായിരുന്നാലും അവൻ്റെ സ്വന്തം പ്രയത്നം. നിങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ തൊപ്പി എന്നുള്ള ഒരു ഇത് കൊണ്ടുവന്നില്ലേ, അവൻ എവിടെയോ ജനിച്ച് എങ്ങനെയോ വളർന്ന് എങ്ങനെയൊക്കെ ഇരുന്ന ഒരാളെന്നെ നമ്മളിപ്പോൾ സംസാരിക്കണം അവനെക്കുറിച്ചിരുന്ന്. അത് അവൻ്റെ ഹാർഡ് വർക്കാണ്, ഏത് രീതിയിലായിരുന്നാലും, നെഗറ്റീവ് ഓർ പോസിറ്റീവ് അല്ലേ. അപ്പം നല്ലതിനെ നമ്മൾ അംഗീകരിക്കുകയും മോശത്തിനെ തള്ളിക്കളയുകയും ചെയ്യുക.